നമുക്കറിയാം ശശികലയെ വെല്ലുന്ന വർഗീയ ഭ്രാന്തന്മാരായ ടി പി സെൻകുമാറിനെയും പി സി ജോർജിനെയും പോലുള്ള ആളുകളെ ചങ്ങലക്കിടുവാൻ ഇവിടുത്തെ സംസ്ഥാന ഗവൺമെന്റ് തയ്യാറാവണമെന്നാണ് കണ്ണൂർ അഞ്ചരക്കണ്ടി സെന്റ് ഡെന്റൽ കോളേജ് വിദ്യാർത്ഥി ആയിരുന്ന നിതിൻ രാജിന്റെ മരണപ്രതിവാദിയായ അനാട്ടമി മേധാവി എം കെ റാമിനെ അറസ്റ്റ് ചെയ്യണമെന്ന് ആവശ്യപ്പെടുന്ന സർക്കാർ അയാളെ അറസ്റ്റ് ചെയ്യാതെ കണ്ടില്ല എന്ന് നടിക്കുകയാണ്. നമുക്കറിയാം നമ്മുടെ ജനാധിപത്യ കേരളത്തിന് ഈ സംഭവം നമുക്ക് അംഗീകരിച്ചു കൊടുക്കാനാവില്ല. ഒരു വിദ്യാർത്ഥിയെ രാജ്യമായി അല്ലെങ്കിൽ ജാതീയമായി അധിക്ഷേപിച്ചോ പോലീസിനോ സാധിക്കാത്തത് തികഞ്ഞ അവസ്ഥയാണ്. അതോടൊപ്പം തന്നെ പ്രധാനമായ കൂടി പറയുകയാണ്. ഡി ജി പി ആയിരുന്ന ടി പി സെൻകുമാർ അദ്ദേഹത്തിന്റെ കഴിഞ്ഞ ദിവസം പരാമർശങ്ങൾ, വർഗീയ പരാമർശങ്ങൾ, അത് കേരളത്തിലെ അല്ലെങ്കിൽ കേരളത്തിൽ നമുക്ക് വച്ചു പൊളിപ്പിക്കാൻ പാടില്ല. അദ്ദേഹം പറഞ്ഞിരിക്കുന്ന കേരളത്തിലെ വോട്ട് ബാങ്ക് രാഷ്ട്രീയവും മതപരമായ വിഭജനത്തെയും കുറിച്ചും അദ്ദേഹം നടത്തിയ കടുത്ത വർഗീയതയാണ്. കേരളത്തിൽ വോട്ടുകൾ അല്ലെങ്കിൽ വർഗീയ അടിസ്ഥാനത്തിൽ മതാടിസ്ഥാനത്തിൽ വിഭജിക്കുകയാണെങ്കിൽ 95 സീറ്റുകളിൽ ബി ജെ പി ജയിക്കുമെന്ന് പറയുന്ന സെൻകുമാറിന് ഞങ്ങൾക്ക് സൂചിപ്പിക്കുകയാണ് അദ്ദേഹം അങ്ങനെയെങ്കിൽ ബി ജെ പിയുടെ ടിക്കറ്റിൽ മത്സരിച്ച് അദ്ദേഹം എന്താ പറയുക ജനപിന്തുണ തെളിയിക്കാൻ അദ്ദേഹം തയ്യാറാകുകയാണ് വേണ്ടത്. അത് അല്ലാതെ ഇത്തരത്തിലുള്ള വർഗീയ പരാമർശങ്ങളല്ല അദ്ദേഹം നടത്തുന്നത്. ഓക്കെ, അതോടൊപ്പം തന്നെ FCR ബില്ലിലെ ആശങ്കയുണ്ട് എന്ന് ദീപിക ദിനപത്രം മുഖപത്രം എഴുതി. നമുക്കറിയാം ഇവിടെ എല്ലാ സമുദായ നേതാക്കളും അവരുടെ സമുദായത്തിനെതിരെ എന്തെങ്കിലുമൊക്കെ വിഷയങ്ങളിൽ ആശങ്കയുണ്ടെങ്കിൽ NSS ആകട്ടെ, SNDP ആകട്ടെ, മറ്റേ ദളിത് സംഘടനകളാകട്ടെ, ഓരോ സംഘടനയും ആ ആശങ്കകളൊക്കെ പ്രകടിപ്പിക്കാറുണ്ട്. അത് സ്വാഭാവികമാണ്. ഇതിലൂടെ സംസ്ഥാന ഗവൺമെന്റിന്റെ മുമ്പിലോ അല്ലെങ്കിൽ കേന്ദ്ര ഗവൺമെന്റിന്റെ നിലപാടിൽ എന്തെങ്കിലും അവർക്ക് ഏതെങ്കിലും സംഘടനകൾക്ക് സമുദായ സംഘടനകൾക്ക് ആശങ്കയുണ്ടെങ്കിൽ അത് പ്രകടിപ്പിക്കുവാനുള്ള അവകാശം അവർക്കുണ്ട്. അതുപോലെ തന്നെ ദീപിക ദിനപത്രവും അത്തരത്തിലുള്ള ഒരു വലിയ അല്ലെങ്കിൽ ചെറിയ ആശങ്ക പ്രകടിപ്പിച്ചപ്പോ നമ്മൾ കണ്ടു പി സി ജോർജ് എപ്പോഴും ചാടി വീണു. പക്ഷെ പി സി ജോർജ് ചാടി വീഴാനുള്ള കാരണം എനിക്ക് തോന്നുന്നു ഷോൺ ജോർജ് പാലായി മത്സരിക്കുന്നു. ഷോണ് ആദ്യം ഭയങ്കര ഓളാവ് വെച്ചു, പ്രകടനം വെച്ചു, ഫ്ലക്സും അവിടുത്തെ പോസ്റ്ററും കണ്ടാൽ ഷോൺ ഒന്നാമത് വരും എന്ന് പി സി ജോർജ് ഞെട്ടിപ്പോയി. അപ്പൊ അവരങ്ങനെ ജയിക്കണ്ട, അവൻ മാത്രം അങ്ങനെ ജയിക്കണ്ട എന്നുള്ള ആ ചിന്തയോടുകൂടിയാണ് ജോർജ് ചാടി എനിക്ക് തോന്നുന്നു ദീപിക ദിനപത്രത്തെയും അതോടൊപ്പം തന്നെ നമ്മുടെ കാഞ്ഞിരപ്പള്ളി രൂപത അധ്യക്ഷനെയും പാലാ രൂപത അധ്യക്ഷനെയും ഒക്കെ അധിക്ഷേപിച്ചത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതോടൊപ്പം തന്നെ നമുക്കറിയാം ജോർജ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പറയുന്ന ഗീർവാണ് എന്താ അദ്ദേഹം പറയുന്നത്, പാലാ അരമനയിലേക്ക് SDPIക്കാർ വന്നു, കല്ലെറിഞ്ഞപ്പോ SDPIക്കാരെ തടുത്തത് ഞാനതാ പറഞ്ഞു. ഞാനിപ്പോ പറഞ്ഞിരിക്കുന്നത് പി സി ജോർജ് ആ ദിവസം അവിടെ ഇല്ല. അന്ന് ഞാനത് UDF ജില്ലാ ചെയർമാൻ, ഞാൻ ഈ വിഷയം പറഞ്ഞു. ഞാൻ ഉൾപ്പെടെ അവിടുത്തെ ചില ആളുകളൊക്കെ അവിടെ വാക്കാൻ കൂടി ഞങ്ങളെ കൂടെ അതിനെ പ്രതിരോധിച്ചു. പക്ഷെ SDPയുടെ ഒരു ആള് പോലും അരമനയുടെ അടുത്ത് പോലും വന്നില്ല. അവര് നമുക്കറിയാം ബഹുമാനായ കൽവരിങ്ങാട്ട് തിരുമേനി അദ്ദേഹം കൽവരിങ്ങാട് പള്ളിയില് ആ പള്ളിയിൽ നടത്തിയ ഒരു പ്രസംഗം, അതിൽ തെറ്റിദ്ധരിക്കപ്പെട്ട് അല്ലെങ്കിൽ ആരോ തെറ്റിദ്ധരിപ്പിച്ച് കുറെ SDPIക്കാർ പ്രവർത്തകരെ പാലായിലേക്ക് പറഞ്ഞു വിട്ടു. അവർക്ക് ഒരു കാര്യം മനസ്സിലായി, അവർ തിരിച്ചു പോവുകയും ചെയ്തു. പക്ഷേ ഇവിടെ എന്താ ജോർജ് ചെയ്ത്? ജോർജ് പിറ്റേ ദിവസം അവിടെ കുറെ ആളുകളുമായിട്ട് വന്നിട്ട് അവിടുത്തെ മുഴുവൻ മുസ്ലിങ്ങളെ, നമുക്കറിയാം ഈ മുസ്ലിങ്ങൾ മുഴുവൻ തീവ്രവാദികളാണോ അല്ലെങ്കിൽ മോശക്കാരാണോ? അല്ല, അവരൊക്കെ നല്ല മാന്യരായ മനുഷ്യരാ. അവിടെ മുസ്ലിം ക്രിസ്ത്യൻ വിരോധം ഉണ്ടാക്കുവാൻ വേണ്ടി ജോർജ് 2-3 ദിവസം പാലായിൽ വന്ന് അധ്വാനിച്ചു എന്നുള്ള സത്യമാണ്. അത് ബഹുമാനപ്പെട്ട കല്ലറങ്ങാട്ട് പിതാവിന് മനസ്സിലായപ്പോ അദ്ദേഹം ആ പരിപാടി ജോർജിന്റെ പരിപാടി അവസാനിപ്പിക്കുകയും, ഇതാണ് സത്യം. അദ്ദേഹം പറയുന്നത് SDPയെ തൊടുത്ത് അദ്ദേഹം വേറെ വല്ലതും എടുത്തു പറഞ്ഞില്ല, SDPയെ തൊഴിൽ എടുത്തിട്ടൊന്നുമില്ല. SDPക്കാർക്ക് പിതാവിനെ മുതിർത്ത് കളയാനല്ല, പിതാവിനെ കൊല്ലാനോ ഒന്നും വന്നില്ല. അവർക്ക് അവരുടെ ആശങ്ക വന്നപ്പോ അവര് ഒരു സ്വാഭാവിക പ്രതിഷേധം നടത്തിയത് തെറ്റാണെന്ന് ഞങ്ങൾ പറഞ്ഞു, അല്ലെങ്കിൽ ജനങ്ങൾ പറഞ്ഞു, പോലീസ് പറഞ്ഞപ്പോ അവരുടെ വഴിക്ക് പോയി. അപ്പൊ ഇങ്ങനെ ഈ കടുത്ത വർഗീയ വിഷം ചീറ്റുന്ന നമുക്കറിയാം ശശികലയെ വെല്ലുന്ന വർഗീയ ഭ്രാന്തന്മാരായ ടി പി സെൻകുമാറിനെയും പി സി ജോർജിനെയും പോലുള്ള ആളുകളെ ചങ്ങലക്കിടുവാൻ ഇവിടുത്തെ സംസ്ഥാന ഗവൺമെന്റ് തയ്യാറാവണമെന്നാണ് ഞങ്ങൾക്ക് ഈ അവസരത്തിൽ ആവശ്യപ്പെടാനുള്ളത്. അതോടൊപ്പം തന്നെ നമുക്കറിയാം പ്രിയപ്പെട്ട ടി പി സെൻകുമാറിന്റെയും പി സി ജോർജിന്റെയും ക്രൈസ്തവ വിരുദ്ധ അല്ലെങ്കിൽ വർഗീയ പരാമർശങ്ങൾ നമുക്കത് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല. ക്രൈസ്തവ എന്ന് മാത്രമല്ല, ഹൈന്ദവരുടെ വിഷയമാകട്ടെ, മുസൽമാന്റെ വിഷയത്തിലാകട്ടെ, ഇത്തരത്തിൽ കടുത്ത വർഗീയത പറയുന്നത് അത് തികച്ചും അത് ജനാധിപത്യ വിരുദ്ധമാണ്. നമ്മുടെ നാട്ടിൽ അത് അംഗീകരിക്കാനാവില്ല. നമ്മളെ സംബന്ധിച്ച് ഇവിടെ എനിക്ക് ഈ അവസരം സൂചിപ്പിക്കുവാനുള്ളത് BJPയുടെ അല്ലെങ്കിൽ നേതാവും ക്രൈസ്തവനും കോട്ടയംകാരനുമായ കേന്ദ്ര ന്യൂനപക്ഷ വകുപ്പ് സഹമന്ത്രി ഈ പ്രിയപ്പെട്ട ജോർജ് കുര്യനും അവர்களுം BJPയുടെ ക്രിസ്ത്യൻ ഔട്ട്റീച്ച് നേതാക്കളും ഈ പറഞ്ഞ വർഗീയ വിഷം ചീറ്റുന്ന ഈ ടി പി സെൻകുമാറിന്റെയും പി സി ജോർജിന്റെയും
ആ നിലപാടുകൾ അല്ലെങ്കിൽ അവരുടെ ആ പ്രസ്താവനയ്ക്കെതിരെ നിലപാട് വ്യക്തമാക്കാൻ തയ്യാറാവണമെന്നുള്ള വിനീതമായിട്ട് ഞാൻ ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കുന്നു.